ഈ ക്ലേ മാത്രമല്ല കേട്ടോ, ക്ലേനോട് കൂടെ ഉണ്ട് ഇരുമ്പിന്റെ ചില പീസുകൾ. അസ്സലാമു അലൈക്കും, ഡ്യൂട്ട് ടെലികോം എന്നാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന ചില സംശയങ്ങളെ ദൂരീകരിക്കാൻ ഒരു ടെക് വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. സ്റ്റോറുകളിൽ കിട്ടുന്ന ഒറിജിനൽ ആപ്പിളിന്റെ ചില ചാർജറുകളും അതിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒറിജിനൽ എന്ന് പറഞ്ഞത് 2 ചാർജർ ഇരിക്കുന്നുണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വിൽക്കുന്ന സാധനമാണ്. രണ്ടുമേ ആപ്പിളിന്റെ ലോഗോ ഉണ്ട്. നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ഉണ്ടോ, എല്ലാം ഒരുപോലെ ആയിരിക്കും. എന്തിനധികം TDRA ഉണ്ട്, ഇതിലും അതേ TDRA ഉണ്ട്. ഒരു ചാർജർ കാണുമ്പോൾ നമ്മളൊരു കസ്റ്റമറിന് ഇതിലേതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുമായി നമ്മൾ ഇതിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, നമ്മുടെ ആളുകളെടുത്ത് ചെന്നപ്പോൾ അവര് ഇത് രണ്ടും കയ്യിൽ പിടിച്ച്, സാധാ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നോട്ട് കൈകാര്യം ചെയ്ത നമുക്ക് കയ്യിലൊരു കള്ളനോട്ട് കിട്ടുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന പോലെ അവരും ഇത് പിടിച്ച് ഇതിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്നതാണ് കണ്ടത്. ഒരുപാട് സമയം പിടിച്ചു നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു ഇത് ഒറിജിനലാണ്, ഒന്നും ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു കവറിൽ മാത്രമല്ല, അവരിത് പൊട്ടിച്ചതിന് ശേഷം, പൊട്ടിച്ച് തുറന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഒരുപാട് സംശയങ്ങളാണ് അവർക്കുണ്ടായത്. അതിന്റെ ഒരു ഓതറൈസിൽ ഒരാൾ ഇത് ഒറിജിനലാന്ന് പറയാൻ ഒരുപാട് കാര്യം. ഇയാൾ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു ചാർജർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. ഇതുപോലും അവർ വീണ്ടും തുറന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഇതിന്റെ ക്വാളിറ്റിയിൽ, ഈ ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിയിൽ വരെ അവര് നോക്കി അതെങ്ങനെ എന്തുണ്ട്, ഈ ഒരു പശ കണ്ടോ, ഈ ഒരു പശ. എന്നിട്ട് അവർ പറഞ്ഞു ഇതിൽ ഉപയോഗിച്ച പശ പോലും അവർക്ക് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാരണമായിരുന്നു എന്നാണ്. ഇതുണ്ടോ, ഇതിലിപ്പോ കണ്ടില്ലേ, ഇതുണ്ടോ പശ, ഈ പശയുടെ ക്വാളിറ്റി, ഈ പേപ്പറിന്റെ ക്വാളിറ്റി. കാരണം ഒറിജിനലിന് ഇത്തരം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലും പോലും, ചെറിയ കാര്യങ്ങളിൽ പോലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഒറിജിനൽ ഇങ്ങനെ ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് വേറെ രീതിയിലായിരിക്കും. ഇത് ഒറിജിനൽ ചാർജറാണ്. പിന്നെ അവർ ചെയ്തത് ഇങ്ങനെയൊക്കെ പേപ്പർ ബോക്സ്, ഇതിന്റെ ഉള്ളിൽ കിടന്ന ഈ ബുക്ക് എടുത്തിട്ട് അവർ തിരിച്ചും മറിച്ചും ഇതിന്റെ ക്വാളിറ്റി, ഈ ഒരു ബുക്കിന്റെ ക്വാളിറ്റി ഉണ്ടോ, ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ, ഇപ്പം ഇതിനകത്തുണ്ടാവും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതിനകത്തുണ്ടാവും ഇതിന്റെ ബുക്ക്. നമുക്ക് നോക്കാം, കണ്ടോ, വേറെ ഇത് ആപ്പിൾ തന്നെ കണ്ടാൽ ഒരു വ്യത്യാസമല്ല, പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അറിയാം. പിന്നെ അവർ ചെയ്തത് ഈ സാധനം എടുത്ത് അതിന്റെ ക്വാളിറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് പരിശോധിച്ചു. കളറൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഫിനിഷിംഗ് ഉണ്ടോ, ഇത്തരം ഫിനിഷിങ്ങുകൾ ഒരുപാട് കൃത്യമായ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഒറിജിനൽ ആണെങ്കിൽ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ചെറിയ ഫിനിഷിങ് കുറയാൻ സാധ്യത ഉണ്ടോ, ഇതുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടാണ് അവർ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാധനത്തിൽ ഇങ്ങനെ ആക്കി നിർത്തുന്നു, ഇങ്ങനെ ഉണ്ടോ, ഇതിവിടെ നിൽക്കില്ല, എന്നെ പോരും, അടയും. ഒന്നുകിൽ അവിടെ നടുക്ക് നിൽക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതിന് നടുക്ക് നിൽക്കും, ഉണ്ടോ, ഞാൻ അപ്പം തന്നെ അടയും. എന്നിട്ടതാണ് ഇങ്ങനെ നടുക്ക് നിൽക്കില്ല. ഇതൊക്കെ ഈ പ്രോബ്ലം പോലും തീർക്കാൻ കഴിയുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പിന്നെ അവർ വേറൊന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഈ ഒറിജിനൽ പക്ക ഒറിജിനലിലെടുത്ത് അവരൊന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് കുടഞ്ഞു, ഉണ്ടോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇങ്ങനെ കുടഞ്ഞാൽ വരില്ല. ഇതാണ് ഒറിജിനൽ, പക്ക ഒറിജിനൽ സാധനം ഇതാണ്. ഇതിന്റെ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് കാണില്ല. ഇതിന് ശരിക്കും നമ്മൾ ഹോൾസെയിലായിട്ട് കിട്ടുന്നത്, ഇത് ഞങ്ങൾക്ക് 8 രൂപയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 8 രൂപയാണെങ്കിൽ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ 60 ദിർഹംസാണ്. അതാണ് 70 ദിർഹംസിനൊക്കെ മാർക്കറ്റിൽ ഒറിജിനൽ ആണ് വിൽക്കുന്നത്. അതിൻ്റെ ഉൾഭാഗമാണിത്, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം ആ 8 രൂപക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നമ്മൾ വാങ്ങിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിനുള്ളിൽ കണ്ടോ, ഈ ഒരു വെയിറ്റ്, ഇപ്പം ഇതിൻ്റെ ഒരു വെയിറ്റും സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഒരുപാട് ക്ലേ കൊണ്ടുവന്ന് നിറച്ചിരിക്കുക. ഇതിൻ്റെ വെയിറ്റും സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ പ്രധാനമായും ഇതിന്
ചിലവാക്കിയിട്ടുള്ളത് ഇതിന്റെ ബോഡിക്ക്, ഇതിനെ പുറത്ത് കാണുന്ന ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും, അതേപോലെ ഈ പാക്കിങ്ങിനും അതിൻ്റെ ഉള്ളത്തിനൊക്കെ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒരിക്കലും നമ്മളെ ഫോണുകൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, ഒരു ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ബ്രാൻഡഡ്, ഇപ്പോൾ ആങ്കറിന്റെ ബ്രാൻഡഡ് ആപ്പിളിന്റെ ചാർജർ ഉണ്ട്, അത് ഉപയോഗിക്കാം. കാരണം അതിൽ അവർ ആ കമ്പനി നല്ല ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് ബ്രാൻഡഡ് അല്ല, ഇത് ആരതുമല്ല. ആപ്പിളിന്റെ ലോഗോ ഒക്കെ ഇട്ടിങ്ങനെ വരുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ആരതുമല്ല. ഇതിന്റെ ഷോറൂമിൽ വരെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ചെറുതിൽ നോക്കിയിട്ടാണ് അവർക്ക് തന്നെ മനസ്സിലായത്. എങ്കിലും നമ്മളെപ്പോലെ സാധാരണക്കാരനൊരുത്തന് ഒരു ചാർജർ മാത്രം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മൊത്തം മുമ്പിലിരിക്കുന്നത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും. കമ്പയർ ചെയ്യാൻ മറ്റൊരു സാധനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ലാസ്റ്റ് ഒരു സൊല്യൂഷൻ എല്ലാവരും നമ്മുടെ ഷോറൂം മാനേജേഴ്സ് പറഞ്ഞത്, ഇതിന് ഒരേ ഒരു മാർഗമുള്ളൂ, വിശ്വസ്തതയുള്ള, നമ്മളെ അറിയുന്ന, നമ്മളെ പറ്റിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഞാനൊരു ശ്രദ്ധ കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സിനാണ് അതിൻ്റെ പണി കിട്ടുക. അതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് തന്നെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രം വാങ്ങിക്കുക എന്നുള്ളൂ മാർഗം. നമ്മുടെ ജീവനായ ടെലിഫോൺ, ഞാനെപ്പോഴും ടെലിഫോണിനെ പറയുക ചങ്ക് എന്ന്. നമ്മളെക്കാളേറെ അറിയുന്ന ഗാഡ്ജറ്റ്സ് ആണ് നമ്മുടെ മൊബൈൽ ഫോൺ. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ. എന്തിനേയും പരിചയപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അതിന്റെ ആയുസ് കുറയ്ക്കാൻ പാടില്ല, ഉപയോഗിക്കുന്നത് ഒറിജിനൽ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.